ബാ ഒന്ന് കോട്ടയം പോയി വരാം. ട്രിപ്പൊന്നുമല്ല, ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അത് എഴുതാൻ പോകുന്ന പോക്കാം. പൊതുവെ ഭാഗ്യമില്ലാത്തതുകൊണ്ടും കഷ്ടകാലം നിറഞ്ഞ സമയമായതുകൊണ്ടും ഞാൻ കൊടുത്ത സെൻറ്ററൊന്നും എനിക്ക് കിട്ടിയില്ല. ഇടി തട്ടിയവനെ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞ പോലെ കോട്ടയായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനത് ഓപ്ഷൻ പോലും വെച്ചില്ലായിരുന്നു. പക്ഷേ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും അവിടെ പോകണമല്ലോ. അങ്ങനെ രാവിലെ ട്രെയിൻ കയറാൻ പോയി. ജനശതാബ്ദിക്കായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രെയിൻ കയറി നിങ്ങൾ ചുറ്റും വീക്ഷിക്കണം ഗൈസ്. നിങ്ങൾക്ക് ഒരുപാട് തരം മനുഷ്യരെ കാണാം. മൊബൈൽ അഡിക്ട്സ്, കപ്പിൾസ്, ഉറക്കം തൂങ്ങികൾ, അങ്ങനെ ഒരുപാട് പേർ. ആ ഉറക്കം തൂങ്ങി കാറ്റഗറിയിലാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം അവസാനം കോട്ടയത്തെത്തി. അപ്പോൾ വിശക്കുന്നുണ്ടായിരുന്നു. ആര്യസ് കയറി നല്ല ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നാഗമ്പടം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു ഗൈസ്. കാരണം ആ പ്രൊജക്റ്റ് അവിടെ 3 മാസം ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, വീണ്ടും കോട്ടയത്തെത്തിയപ്പോൾ അവിടെ പ്രൊജക്റ്റ് ചെയ്തതും പട്ടിപ്പണി എടുത്തതും പിന്നെ ലാബും അവിടുത്തെ എന്താ പറയുക മാർക്കറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് എല്ലാം ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ എന്താ പറയുക നുരഞ്ഞു പൊന്തി ഗൈസ്. അങ്ങനെ പോയി MG യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലെത്തി. അങ്ങോട്ട് നോക്കും തോറും സങ്കടവും സന്തോഷമൊക്കെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ സെൻറ്ററിലേക്ക് എത്തി. സെൻറ്ററിൽ പോയി 3 മണിക്കൂർ എക്സാം കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ പുറത്തിറങ്ങി. അവിടെ വരെ എത്തിയിട്ട് ഏറ്റുമാനൂരപ്പനെ കാണാതെ പോകുന്ന മോശമല്ലേ. നേരെ വിട്ടു ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക്. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വഴിപാടൊക്കെ കഴിച്ച് ഒരു 7:30 നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. രാത്രിയത്തെ മലബാറിനായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഉറങ്ങി വരാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു കൊടുത്തത്. പക്ഷേ ഗൈസ് എനിക്ക് ഉറക്കം വന്നില്ല. എല്ലാവരും കിടന്നുറങ്ങിയിരുന്നു. കുറേ ആൾ വെട്ടിയിട്ട് വാഴത്തണ്ടൊക്കെ പോലെ കിടന്നുറങ്ങുന്നു. ഞാൻ മാത്രം ഉറങ്ങാതെ ഇങ്ങനെ കൂമൻ്റെ കൂട്ടി മിഡിൽ ബർത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു കിടക്കുന്നു എന്തൊക്കെയോ ചെയ്യായിരുന്നു. അവസാനം എനിക്ക് ദേഷ്യം വന്നു. കാരണം ഉറക്കം എന്ന് പറയുന്നത് എൻ്റെ പരിസരത്തേക്ക് പോലും വരുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഉറങ്ങുന്നുണ്ടപ്പോൾ അവരോടൊക്കെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം 4 മണി വരെ പിടിച്ചു നിന്ന് ഒരു 4 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റു. 6:30 ട്രെയിൻ കണ്ണൂർ എത്തുന്നുണ്ടായിരുന്നത്. അതുവരെ മുക്കിയും മൂളിയൊക്കെ ഞാൻ ആ സമയം അങ്ങ് കഴിച്ച് കൂട്ടി. പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പട്ടിഷോ ട്രെയിനിൽ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സെൽഫ് ലവ് ഇടയ്ക്ക് നമ്മൾ വിതരണം കേസ്, എന്നാൽ മാത്രമേ നമുക്ക് നമ്മളോടൊരു മതിപ്പുണ്ടാവുള്ളൂ. അവസാനം പറഞ്ഞ സമയത്തോട് 100% നീതി പുലർത്തിക്കൊണ്ട് മലബാർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നെത്തി. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. രാവിലത്തെ ബസ് RBT ആയിരുന്നു. അങ്ങനെ RBTയിലൊക്കെ കയറി നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഒരു സമാധാനമായിരുന്നു. കാരണം യാത്ര ചെയ്ത ക്ഷീണവും എല്ലാം കൊണ്ടും ഞാൻ ഒരു അവശ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം വേറെയും ഉണ്ടായിരുന്നു. അങ്ങനെ 7:30 ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഫ്രണ്ട് അമ്പപ്പൈ അവിടെ മേയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനോടൊക്കെ 2 വിശേഷമൊക്കെ ചോദിച്ച് നേരെ ഞാൻ പോയി കുളിച്ച് കിടന്നുറങ്ങി.